എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ പശുവും പാലിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഇത് 1 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയുടെ ഒരു കപ്പാണ്. ഇനി നിങ്ങളുടെ ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അതേ സമയം കൊണ്ട് നമുക്ക് ഇവിടെ 250 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. ഇത് ഉണ്ട ശർക്കരയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പായസം നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചീകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ ശർക്കര മുഴുവനായിട്ട് ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ആണ് ശർക്കര എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഒരു സോസ് പാനിൽ ഈ ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പിൻ്റെ അളവ് 125 ഗ്രാമാണ്. അതുകൊണ്ടാണ് നമ്മൾ ശർക്കര 250 ഗ്രാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ഇട്ട് തിളപ്പിക്കേണ്ട, അതെല്ലാം ഒന്ന് ഉരുകി ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ പശുവും പാലിലാണ് ഈ പായസം ചെയ്തെടുക്കുന്നത്. അപ്പോൾ പശുവും പാൽ പച്ചക്കല്ല നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ്. പച്ചയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ പാല് നമ്മളിവിടെ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 മില്ലിയുടെ 3 കപ്പാണ്. ഈ പാല് കൂടാതെ നമ്മളിതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 കപ്പാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ഉൾപ്പെടെ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാലിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പാലവിടെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിനി പായസത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പും അതുപോലെ ശർക്കരയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് അല്ല ഇരിക്കുന്നത്. ഇനി ഒരു പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നുറുക്ക് ഗോതമ്പ് ഒന്ന് അരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. നുറുക്ക് ഗോതമ്പിൻ്റെ വെള്ളം മാറ്റി വെക്കാം. നുറുക്ക് ഗോതമ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നുറുക്ക് ഗോതമ്പും ശർക്കരയും കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കുക എന്ന് വെച്ചാൽ ഒരു നൂൽ പരുവാകുന്നവരെ നന്നായിട്ട് വഴട്ടിയെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ഇനി പാല് ചേർക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ പായസത്തിന് നല്ലതായിട്ട് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കരയും നുറുക്ക് ഗോതമ്പും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ശർക്കര നുറുക്ക് ഗോതമ്പ് മിക്സിലേക്ക് പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് നോക്കാം. നുറുക്ക് ഗോതമ്പും ശർക്കരയും കൂടി ഒരു നൂൽ പരുവായൊന്നും നോക്കാം. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു നൂലായിട്ട് വരണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചൂടോടുകൂടി തന്നെയാണ് കുറേശ്ശെ നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒറ്റ തവണയായിട്ട് ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് പതുക്കെ നമുക്കിത് കുറുക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള പാലും കൂടി കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിത് ഒന്ന് കുറുക്കി നമുക്കെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. ആ ശർക്കരയും നുറുക്ക് ഗോതമ്പും എല്ലാം കൂടെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ട് അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ 4 കപ്പ് പാലുൾപ്പെടെ ഒഴിച്ചെങ്കിലും ഇപ്പോൾ നല്ലതായിട്ട് പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും. പായസത്തിൽ നമ്മൾ ഏലക്കപ്പൊടിയും ചുക്കും ഒക്കെ ഇടണം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാവുന്നതാണ്. പായസം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് നമുക്ക് ചേർക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിൽ എടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പാലൊന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട. പക്ഷേ എന്നാലും തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുന്ന ഗോതമ്പ് പായസത്തിനാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ പാൽ പായസം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്